ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവക്കുട്ടിയുടെ കെട്ടുനിറ, പിന്നെ മലയ്ക്ക് പോകുന്നത്, അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇവക്കുട്ടീനെ മലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്ന അന്ന് തന്നെ നമ്മൾ അവിടെ അടുത്ത അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഇവക്കുട്ടിയുടെ മാല ഇടാനായിട്ട് പോവുകയാണ്. ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ മാല ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അമ്പലത്തിൽ കൊണ്ടുപോവുകയാണ്. മാലയിടാൻ സമയമായപ്പോഴേക്കും ആൾക്ക് വിശക്കലൊക്കെ തുടങ്ങി. പിന്നെ ആൾക്കൊരു ഇടച്ചിലൊക്കെ ആയിട്ടുണ്ട്. മാലയിട്ട് ഗുരുസ്വാമിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. നമ്മൾ പായസമൊക്കെ വാങ്ങി സ്വാമിയായിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് വേണം കയറാൻ. അതിനായിട്ട് കിണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ അമ്മ രാവിലെ തന്നെ കടയിലേക്കാണോ പറഞ്ഞു വരുന്നത്, സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അടിക്കടി കീറാത്ത ഇല നോക്കി മുറിക്കണം. ഓക്കെ, ഇല മുറിച്ച് വെച്ചേണ്ടോ? ഉച്ചയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇല മുറിക്കാനായിട്ട് ഇറങ്ങും. ഇലയിലാണ് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഇല മുറിക്കാനായിട്ട് പോവുകയാണ്. കീറിയ ഇല മുറിക്കത്തിട്ടാ, നല്ല ഇല മുറിക്കുക. ഇനി പാമ്പുണ്ട് അവിടെയൊക്കെ. ഈ പെണ്ണിൽ സ്വാമിയാണെങ്കിലും കളിയാക്കാൻ കിട്ടുന്ന ഓരോ അവസരം ഏട്ടൻ പാഴാക്കാറില്ല ഏട്ടാ. സ്വാമിയായ കാര്യം എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. നാക്കല മതി. ഓടുവാ ഇതൊക്കെ നല്ലൊരെണ്ണം ഇവിടെ എത്തില്ലല്ലേ? അടുത്ത് പോക്കണോ? ഇതും ഇലയിട്ട് തന്നെ വരിക. വല്ല ഇപ്പൊ വെച്ച വാഴ ഇല മുറിച്ചിട്ട് എന്ത് വൃത്തിയാ. രണ്ടിലും കമ്പയർ ചെയ്യാൻ നല്ല ഇല പറഞ്ഞു. നല്ല ഇലപ്പയ്ക്കും കാണാനൊക്കെ ഉണ്ട്. ചെറിയ തൈന്റെ ഇലയൊക്കെ മുറിക്കണം. ഇപ്പൊ വെച്ചുള്ള വാഴയാണ്. വല്യമ്മോട് പറയാ ഞാൻ. നമുക്ക് എട്ടുപേർക്ക് അടക്കണ്ടേ? അടക്ക പറക്കിലോ നല്ല ഭംഗിയുള്ള പറക്കിട്ടോ. ഒന്നുകൂടെ ഏരണ്ടെന്നേ കത്തിയല്ലേ ഒക്കെ ഞാൻ പിടിക്കണം. ഇതൊരു ഭംഗിയില്ല ഇവിടെ ചേട്ടോ. ഇവിടെ പറമ്പത്ത് അടക്കൊക്കെ പറക്കണോട്ടോ ഈ പെണ്ണ്. ദക്ഷിണ കൊടുക്ക. സ്വന്തം പറമ്പൊന്നുമല്ലാത്തോണ്ട് നല്ല അടക്ക കിട്ടി. മോഷ്ടിച്ച് പോകുന്ന പോക്കെടുത്ത് കണ്ടോ അന്തസ്സോടെ. പിന്നെ നമ്മളെ ഏട്ടൻ്റെ അല്ലേ? കെട്ടുനിറയുടെ തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പൂജ സ്റ്റോഴ്സിൽ വന്നതാണ്. ഞാനും ഏട്ടനും കൂടി വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരു ലിസ്റ്റ് സാധനങ്ങൾ നമുക്ക് ഗുരുസ്വാമി എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. കെട്ടുനിറ ദിവസമായിട്ട് ഫുൾ തിരക്കിലായിരുന്നു. രാവിലെ തന്നെ തുടങ്ങിയ ഓട്ടപ്പാച്ചിലാണ്. കുറേ സാധനങ്ങൾ അടുപ്പിച്ചെടുക്കാനുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലാതെ കുറേ വാഴയില, അതുപോലെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെക്കാൻ, വെറ്റില നുള്ളാൻ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പ്രകൃതി രമണീയം. കുളം. ഇതിലെന്താണ്? ഇതിൽ മീൻ ഉണ്ടല്ലേ? കാണാല്ല.
ആ എത്ര എണ്ണാനൊക്കെ അറിയൂ? 13. അപ്പൊ പോരാ, നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള വേണം. 2-4. വാഴയിലൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി വെറ്റില നുള്ളാൻ വേണ്ടി പോകട്ടെ. നമ്മളെ വീടിന്റെ ബാക്കിൽ വെറ്റിലുണ്ട്. ഈ മരം വീണ് കഴിഞ്ഞാൽ പിന്നെ വെറ്റിലയും പോവില്ലേ? നല്ല വർഷം പോകുന്നു നമുക്ക്. മര്യാദക്ക് എടുത്തോ പറഞ്ഞതോ. എടാ അമ്മ വാങ്ങിച്ച ലാഡർ. നമ്മൾ പഴയ വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. പഴയ വീടിൻ്റെ പകുതി പൊളിച്ചത് ഞങ്ങൾക്ക് പകുതിയുള്ളൂ. ന്യൂ ജനറേഷൻ വെച്ചില്ല ഉള്ളല്ലോ. ഞാൻ പിടിക്കുകയാണ്. അത് ശരിക്കും പോലെ വെച്ചാൽ മതി. ഇത് പിടിക്കാതിരിക്കാനാണല്ലോ ലാഡർ. അല്ലാതെ ഒരാൾ പിടിക്കാൻ എന്തിനാ പിന്നെ ലാഡർ? മറിഞ്ഞു. മുരിങ്ങയുടെ മുകളിൽ വളർത്തില്ലല്ലേ? ഇത് വീണ് കഴിഞ്ഞാൽ ഈ വെറ്റിലേയും പോവും. ഇതിൻ്റെ അടുത്ത് 4. ഉപ്പാണോ 40? പണ്ട് നമുക്കിതായിരുന്നു പണി. ഇത് കടയിൽ കൊണ്ടുപോയി കൊടുത്താലേ ഏട്ടാ, ഇത് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ പൈസക്ക് നമുക്ക് മിഠായിക്ക് മേടിക്കാമല്ലോ. മോഷണമൊന്നുമല്ല, അതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ മോഷ്ടിക്കാനാ? അവര് പൊട്ടിച്ച് നുള്ളുമ്പോൾ നമ്മൾ അടക്കാൻ കൂടും. അച്ഛനൊക്കെ ഇങ്ങനെ നുള്ളും. ഇത് കവുങ്ങുമ്പോൾ കൂടെ കയറിയിട്ട് ഇങ്ങനെ അടക്കുമ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കും. വിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും. 4 നോക്കി പറക്കടി. മരം കയറി ശീലമുള്ള കാരണേ കുഴപ്പമില്ല. ഒന്നെങ്കിൽ 15 അങ്ങനെ എത്ര, അല്ലെങ്കിൽ 20 രൂപ. അപ്പൊ 40 എടുക്കാം. കളികൾ കാണാൻ ഭംഗിയുള്ളൂ. കാണാൻ ഭംഗിക്കല്ലേ കൊടുക്കുന്നത്, ദക്ഷിണ കൊടുക്കാനാണ്. കാര്യമായിട്ടുള്ള പണിയല്ലേ? കാര്യമായിട്ടുള്ള പണിയില്ലല്ലേ? എന്താ തുടങ്ങിയതാ? വേണ്ട. കയ്യഞ്ചേ. ശബരിമലയിൽ പ്ലാസ്റ്റിക് കവർ നിരോധിച്ചിട്ടുള്ള കാരണം നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ പേപ്പർ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യാണ്. ഇതൊക്കെ ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഫ്ലാസ്കിൽ ചുടുവെള്ളമാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡലി, സാമ്പാർ. യുവക്കുട്ടി ഉള്ള കാരണം യുവക്കുട്ടിക്കും പിന്നെ അത്യാവശ്യം വേണ്ടവർക്ക് കഴിക്കണം. ഫ്രൂട്ട്സൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഓരോ കവറിലാക്കി വെച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും എടുക്കാൻ ബുദ്ധിമുട്ടാവും. യുവക്കുട്ടി പ്രാർത്ഥിച്ച്, സാമിനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കടാ. ആദ്യം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കെട്ടുനിറ ഞങ്ങളുടെ വീടിനടുത്തുള്ള ചെമ്പുഴ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഒരു 2-2:30 ആകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല ഭംഗിയുടെ ഉടുപ്പ്. നമുക്കേ ചെറിയൊരു ഇതമ്മ. ഇതാണ് കേട്ടോ എൻ്റെ നാട്ടിലെ ശ്രീ ചെമ്പുഴ അയ്യപ്പ ക്ഷേത്രം. ആ കെട്ട് വാങ്ങി.
എല്ലാം പേപ്പർ കവറിലാക്കിയിട്ട് കൊടുക്കും, എല്ലാം കവറിലാക്കി. അപ്പോൾ സമയത്തില്ല രൂപായമ്മേ നാഗരാജാവേ അറിവില്ലാഭേദങ്ങളെ കാത്ത് രക്ഷിക്കണം എന്ന് ഭഗവാനെ ബോധവും തരണം ഭഗവാനെ സ്വാമിയേ സ്വാമിയേ കുഞ്ഞു മാളികപ്പുറം ഉറങ്ങി എണീറ്റപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഗുരുസ്വാമി കൊടുത്ത പ്രസാദമാണ്, അതിരുന്ന് കഴിക്കുകയാണ്. ജീവിക്കാൻ സ്വാമിയുടെ അതിനാൽ ഞാനിതാ സർവപ്രായത്തിൽ ചെയ്യുന്നു. കെട്ടുനിറ കഴിഞ്ഞത് നമ്മൾ നേരെ പോയത് ഏട്ടൻ്റെ വീടിനടുത്തുള്ള കണ്ണങ്കാവ് അമ്പലത്തിലേക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് ഏട്ടൻ്റെയും അമ്മയുടെയും ഇവമോളുടെയും കെട്ടുനിറ.
നമ്മള് മൂന്നാളുടെയും കെട്ട് നിറച്ച് വരുമ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കണ്ണേങ്കാവ് അമ്പലത്തിൽ നിന്ന് ഇവിടെ അടുത്തുള്ള അമ്പലത്തേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുള്ള കാരണം അത് കഴിയാതെ പിന്നെ കെട്ട് നിറച്ച് ഇറങ്ങാൻ പാടില്ല. പാലക്കൊമ്പും താലവും പോയിട്ട് കെട്ട് നിറച്ച് ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ഇന്നിനി സ്വാമിമാർക്ക് എത്രത്തോളം അമ്പലത്തിൽ കയറാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഇവക്കുട്ടി ഞാനില്ലാതെ ആദ്യമായിട്ടാണ് പുറത്തു പോണത്. അതുകൊണ്ട് തന്നെ കരഞ്ഞിട്ടാണ് ആള് പോണത്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു മാളികപ്പുറം ആദ്യമായി അയ്യപ്പനെ കാണാൻ മാലയിട്ട് മല ചവിട്ടി. അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ 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 അയ്യപ്പോ.
തിരിച്ചെത്തിയ അന്ന് തന്നെ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയി മാല ഊരി. പക്ഷേ ഏട്ടനും അമ്മയും ഇവമോളും പിറ്റേ ദിവസം രാവിലെ കണ്ണങ്കാവ് അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടോ മാല ഊരിയത്. ഇനിയൊരു കാത്തിരിപ്പാണ് അടുത്ത മണ്ഡലകാലം വരെ ഇവമോൾക്ക് വീണ്ടും മല ചവിട്ടാൻ.